ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മൊഡ്യൂൾ 4 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ഒറ്റ ക്ലാസ്സോടുകൂടി. ഓക്കെ, അപ്പോൾ മോഡൽസ് ഓഫ് ലാംഗ്വേജ് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ക്ലാസ് പോകുന്നത്. അപ്പോൾ മോഡൽസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലമാണ് നമ്മുടെ മൊഡ്യൂള്. അപ്പോൾ ഈ മൊഡ്യൂളിൽ ലാക്ക് എങ്ങനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, അതിൻ്റെ പല പല മോഡൽസ്. അപ്പോൾ 4 മോഡൽസാണ് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇത് എസ് ആയിട്ട് വരാം, അതായത് ഈ 4 മോഡൽസും എഴുതാൻ പറഞ്ഞുകൊണ്ട് എസ് ആയിട്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ മോഡൽസ് എന്താണെന്നും ചോദിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ 4 മോഡൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ അക്കാഡമിക് ലാംഗ്വേജ് ടീച്ചിങ്, പിന്നെ സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഫോർ സ്പെസിഫിക് പർപ്പസ്, ആൻഡ് തേർഡ് വൺ bilingual teaching. Then fourth one is CLIL, that means content language integrated CLIL, content ഓക്കെ, കണ്ടൻറ് ലാംഗ്വേജ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ്. അപ്പോൾ അക്കാഡമിക് ലാംഗ്വേജ് ടീച്ചിങ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അക്കാഡമിക് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് എന്താണ് അക്കാഡമിക് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് എന്താണ് അക്കാഡമിക് ലാംഗ്വേജ് എന്ന് എഴുതുക. അതായത് അക്കാഡമിക് ലാംഗ്വേജ് ഈസ് എ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ക്ലാസ് റൂം അല്ലേ, അല്ലെങ്കിൽ അക്കാഡമിക് ലാംഗ്വേജ് ഈസ് ദി ലാംഗ്വേജ് യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് ഇൻ ദി ക്ലാസ് റൂം, അല്ലെങ്കിൽ അക്കാഡമിക് ലാംഗ്വേജ് ഈസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ എക്സാംസ്, ടെക്സ്റ്റ് ബുക്സ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷാണ് എക്സാമിലും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ അക്കാഡമിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. മലയാളം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് നമ്മൾ എഴുതാം. പിന്നെ അക്കാഡമിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് അക്കാഡമിക് ലാംഗ്വേജ് ഈസ് ദി ലാംഗ്വേജ് നീഡഡ് ബൈ ദി സ്റ്റുഡൻസ് to understand the words in the context and to use the language to convey ideas without causing any confusion in readers or listeners mind. വേറൊന്നുമല്ല, അതായത് അക്കാഡമിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഓരോ കോണ്ടൻറ്റിലുമുള്ള വേർഡ്സും മനസ്സിലാക്കുന്ന രീതിയെയാണ്, അതായത് മനസ്സിലാക്കിച്ച് കൊടുക്കുന്ന രീതിയെയാണ് അക്കാഡമിക് ലാംഗ്വേജ് ടീച്ചിങ്. അതുവഴി അവർക്ക് എന്താണ്, ലാംഗ്വേജ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കുട്ടിയോട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഓക്കെ, അത് ഏത് കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ വേർഡ് യൂസ് ചെയ്യുന്നത് എന്നൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഇപ്പോൾ അതിനൊരു ആൻസർ പറയാൻ കുട്ടിയെ ഏബിളാക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത് പിക്ടോറിയൽ റിപ്രസെൻറ്റേഷൻ. അതായത് പിക്ടോറിയൽ റിപ്രസെൻറ്റേഷൻ ഇതിന് ഒരു എക്സാമ്പിളാണ്. അതായത് മേ നോട്ട് മീൻ ദി സെയിം ഇൻ മാത്സ്, സയൻസ് ഓർ ആർട്സിൽ മീൻ ചെയ്യുന്ന ഒന്നല്ല നമ്മുടെ മാത്സിൽ പിക്ടോറിയൽ റിപ്രസെൻറ്റേഷൻ വഴി മീൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ അക്കാഡമിക് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് ഡിസിപ്ലിൻ ഹാസ് ഇറ്റ്സ് ഓൺ വൊക്കാബുലറി. ഓക്കെ, ഓരോ ഡിസിപ്ലിനും അതിൻ്റേതായ ഒക്കാബുലറി ഉണ്ട്. ഇറ്റ് ഈസ് മണ്ടേറ്ററി ഫോർ ദ ടീച്ചേഴ്സ് ടു മേക്ക് ക്ലിയർ ഓഫ് ദ വേർഡ്സ് ടു ദി സ്റ്റുഡൻസ് ഈവൻ ദേ ആർ ഫെമിലിയർ ടു ദം. അവർക്ക് ഫെമിലിയർ ആയിരുന്നാൽ പോലും അതൊക്കെ അവർക്ക് ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സിൻ്റെ റോളായിട്ട് അക്കാഡമിക് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ വരുന്നത്. അപ്പോൾ ശരിക്കും എന്താണ്, അക്കാഡമിക് ലാംഗ്വേജ് ടീച്ചിങ് ഈസ് എ ടീച്ചിങ് മെത്തഡോളജി വിച്ച് എക്വിപ്സ് ദ ലേണേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ വിച്ച് മേക്സ് ദം അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ് ഇൻ ദി കോണ്ടെക്സ്റ്റ്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് അക്കാഡമിക് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ പറയേണ്ടത്. പിന്നെ അക്കാഡമിക് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആസ് എന്നും പറഞ്ഞുകൊണ്ട്, അതായത് ഇപ്പോൾ ഇൻ സയൻസ് സ്റ്റുഡൻസ് യൂസ് അക്കാഡമിക് ലാംഗ്വേജ് ടു റൈറ്റ് ലാബ് റിപ്പോർട്ട്സ് എഴുതാൻ അക്കാഡമിക് ലാംഗ്വേജ് കുട്ടികൾ സയൻസിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി മാത്സിലാണെങ്കിൽ ദേ യൂസ് അക്കാഡമിക് ലാംഗ്വേജ് ടു പ്രൊവൈഡ് റീസണിങ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷുകാർക്കാണെങ്കിൽ ടു ഗീവ് എ റിവ്യൂ ഓഫ് എ നോവൽ, അതിനു വേണ്ടി നമ്മൾ അക്കാഡമിക് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അക്കാഡമിക് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഫോർ എ വെറൈറ്റി ഓഫ് പർപ്പസസ് ഇൻ വേരിയസ് ഡിസിപ്ലിൻസ്. അപ്പോൾ ഇത്രയാണ് അക്കാഡമിക് ലാംഗ്വേജ് ടീച്ചിങ് ആയിട്ട് പറയേണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ലാംഗ്വേജ് ഫോർ സ്പെസിഫിക് പർപ്പസ് അല്ലെങ്കിൽ ഇതിനെ ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പർപ്പസ് എന്ന് ചോദിക്കും. അപ്പോൾ ഈ അക്കാഡമിക് ലാംഗ്വേജ് ടീച്ചിങ് ചിലപ്പോൾ 4 മാർക്സിനായിട്ടായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ 1 മാർക്കിന് 2 മാർക്കിന് ജസ്റ്റ് ഡെഫിനേഷനായിട്ട് ചോദിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ലാംഗ്വേജ് ഫോർ സ്പെസിഫിക് പർപ്പസും ഇത് 1 മാർക്കിന് 2 മാർക്കിനായിട്ട് ഡെഫിനേഷനായിട്ട് ചോദിക്കാം, 4 മാർക്സിനായിട്ടും ചോദിക്കാം. മെയിൻലി 4 മാർക്സിനായിട്ട് ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എസ്സേ ആയിട്ട് ഇപ്പോൾ എല്ലാം കൂടി ചോദിക്കാം. ഓക്കെ, ഇനി ലാംഗ്വേജ് ഫോർ സ്പെസിഫിക് പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു കോൺസെപ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് ലാംഗ്വേജ് ഫോർ സ്പെസിഫിക് പർപ്പസ് വാസ് ഒറിജിനേറ്റഡ് ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ. ആ സമയത്ത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് വാസ് ഫ്ലറിഷിങ്. അതായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ട്രേഡും അതുപോലെ തന്നെ കൊമേഴ്സും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ദർ വാസ് എ നീഡ് ഫോർ ദ ട്രേഡേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയോട് സംസാരിക്കേണ്ട ഒരു ആവശ്യം ട്രേഡേഴ്സിൻ്റെ ഇടയിൽ വന്നു. ദേ നീഡ് എ ബേസിക് നോളജ് ഓഫ് ഇംഗ്ലീഷ്, ഒരു ബേസിക് നോളജ്, ദേ നീഡ് ബേസിക് നോളജ് ഓഫ് ഇംഗ്ലീഷ് ടു കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു റെസ്പോണ്ട് ബ്രീഫ്ലി. ആസ് എ റിസൾട്ട് ലേണിംഗ് ബിക്കം എന്താണ്, നീഡ് സെൻറ്റേർഡ് ആൻഡ് ലേണർ സെൻറ്റേർഡ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നീഡ്സ് അങ്ങനെ എന്താണ്, ലേണിംഗ് നീഡ്സ് സെൻറ്റേർഡായി ലേണർ സെൻറ്റേർഡായി. അപ്പോൾ അതെങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് പറയുന്നൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഇത് സൈക്കോളജിക്കൽ ഇൻ നേച്ചറാണ്. കാരണം ഇറ്റ് പ്രൊവൈഡ്സ് മോട്ടിവേഷൻ ടു ലേൺ അല്ലെങ്കിൽ ടു ലേൺ സ്കിൽസ് ഓഫ് ലാംഗ്വേജ്. ഓക്കെ, പിന്നെ നമ്മുടെ ഹച്ചിൻസൺ ആൻഡ് വാട്ടേഴ്സ്, 2 വ്യക്തികൾ, അതായത് ഹച്ചിൻസൺ ആൻഡ് വാട്ടേഴ്സ്, ഹച്ചിൻസണും വാട്ടേഴ്സും 1987 നമ്മുടെ LSPനെ അല്ലെങ്കിൽ ESPനെ കുറിച്ച് പറഞ്ഞു തന്നെയെന്ന് വെച്ചാൽ, LSP ഈസ് എ ടീച്ചിങ് അപ്രോച്ച് ഇൻ വിച്ച് all the decisions on methods and contents are based on the reasons for learners learning. അതായത് ഇവർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് ഒരു ലാംഗ്വേജ് ടീച്ചിങ് അപ്രോച്ചാണ്. ഓക്കെ, ഇതിൽ എല്ലാ ഡിസിഷൻസും, അതായത് മെത്തേഡ്സിനെ കുറിച്ചും അല്ലെങ്കിൽ കോണ്ടൻറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡിസിഷൻസും ലേണേഴ്സിന് എന്തിനു വേണ്ടിയാണോ പഠിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന നെക്സ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ഹച്ചിൻസൺ ആൻഡ് വാട്ടേഴ്സ് 1987 എന്നും പറഞ്ഞ് ഈ കോഡ്സ് ജസ്റ്റ് പറയാം. ഓക്കെ, LSP ഈസ് അപ്രോച്ച് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ വിച്ച് ഓൾ ഡിസിഷൻസ് ഓൺ കോണ്ടൻറ്റ് ആൻഡ് മെത്തേഡ് ആർ ബേസ്ഡ് ഓൺ ദി ലേണേഴ്സ് റീസൺ ഫോർ ലേണിംഗ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് LSP ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് 3 ഫീച്ചേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞത് കാർട്ടറാണ് ഇത് പറഞ്ഞ വർഷം 1983 പറഞ്ഞത്. ഓക്കെ, കാർട്ടറാണ് പറഞ്ഞത് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. ഒന്ന് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ്. സെൽഫ് ഡയറക്റ്റഡ് ലേണേഴ്സിന് ഇത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഇത് പർപ്പസ്ഫുൾ ആണ് അല്ലേ, ഒരു പർപ്പസ്ഫുൾ അല്ലെങ്കിൽ ഒരു പർപ്പസ് റിലേറ്റഡ് ടാസ്ക് ആണ് നമ്മുടെ ലാംഗ്വേജ് ഫോർ സ്പെസിഫിക് പർപ്പസ് റിലേറ്റഡ് ടാസ്ക് ആണ്.
പിന്നെ വരുന്ന എന്താണ്, തേർഡ് വൺ എന്ന് വെച്ചാൽ ഒതൻറ്റിക് മെറ്റീരിയലാണ്. ഓക്കെ, അത് ആവശ്യത്തിനനുസരിച്ചുള്ളൊരു മെത്തേഡാണ് ഒതൻറ്റിക് മെറ്റീരിയൽ. അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ്, അല്ലെങ്കിൽ സെൽഫ് ഡയറക്റ്റഡ് ലേണേഴ്സ്, പർപ്പസ് റിലേറ്റഡ് ടാസ്ക്, പിന്നെ ഒതൻറ്റിക് മെറ്റീരിയൽ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിൽ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ പോയിൻറ്റ്സ് നമുക്ക് ഇതിലേക്ക് കയറ്റിവിടാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബൈലിംഗ്വൽ ടീച്ചിങ് ആണ്. അപ്പോൾ ബൈലിംഗ്വൽ ടീച്ചിങ് എന്ന് വെച്ചാൽ ടീച്ചിങ് ഓഫ് ന്യൂ ലാംഗ്വേജ് ബൈ ആൻഡ് അഡീഷണൽ ലാംഗ്വേജ്, അതാണ് ബൈലിംഗ്വൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ബൈലിംഗ്വൽ ടീച്ചിങ് ഈസ് എ ടീച്ചിങ് മെത്തഡോളജി ഇൻ വിച്ച് ഇറ്റ് ടീച്ചസ് ന്യൂ ലാംഗ്വേജ് ബൈ ആൻഡ് നേറ്റീവ് ലാംഗ്വേജ്. ബൈലിംഗ്വൽ ടീച്ചിങ് എനേബിൾസ് ലേണേഴ്സ് ടു അക്വയർ എ ന്യൂ ലാംഗ്വേജ് ബൈ യൂസിങ് ദ നേറ്റീവ് ലാംഗ്വേജ്. അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനാണ് ബൈലിംഗ്വൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഫ്രം നോൺ ടു അൺനോൺ എന്ന് പറയാൻ പറ്റും. നോൺ ടു അൺനോൺ. ഓക്കെ, കാരണം നേറ്റീവ് ലാംഗ്വേജിൽ നിന്നാണ് പുതിയൊരു ലാംഗ്വേജ് പഠിച്ചത്. പിന്നെ C.J. ഡോഡ്സൺ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ബൈലിംഗ്വൽ ടീച്ചിങ്ങിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇറ്റ് യൂട്ടിലൈസസ് എ സ്റ്റുഡൻസ് നോളജ് ഓഫ് ലാംഗ്വേജ് ടു ലേൺ ന്യൂ ലാംഗ്വേജ് എന്നാണ് C.J. ഡോഡ്സൺ പറഞ്ഞത്. ഇതുവഴി എന്തൊക്കെ സംഭവിക്കുന്നു? കുട്ടികൾ ബൈലിറ്ററേറ്റ് ആകുന്നു. ഇറ്റ് ഡെവലപ്സ് ബൈലിറ്ററേറ്റ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ബിക്കം ബൈലിറ്ററേറ്റ്, ബൈലിംഗ്വൽ, പിന്നെ കൾച്ചറലി സെൻസിറ്റീവ് ആക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതിലും നിങ്ങൾക്ക് എന്ത് തന്നെ എഴുതാം, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് ആസ് യൂഷ്വൽ നമ്മൾ കണ്ടുവന്നതുപോലെ എഴുതാം. ഈ ബൈലിംഗ്വൽ ടീച്ചിങ് 2 മാർക്സിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ 1 മാർക്കിനായിട്ടാണ് കാണാറ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ 3 മെത്തേഡ്സ് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? അക്കാഡമിക് ലാംഗ്വേജ് ടീച്ചിങ് കണ്ടു, ലാംഗ്വേജ് ഫോർ സ്പെസിഫിക് പർപ്പസ് കണ്ടു, ബൈലിംഗ്വൽ ടീച്ചിങ് കണ്ടു. ഇനി നെക്സ്റ്റ് ആണ് CLIL. ഇത് 4 മാർക്സിനായിട്ട് ചോദിക്കാം, essay ആയിട്ട് ചോദിക്കാം, ഇത് മാത്രമായിട്ട്. അപ്പോൾ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് CLIL എന്ന് പറയുന്ന ഈ കോൺടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ CLIL വീണ്ടും തെറ്റിയല്ലോ. CLIL. ഓക്കെ, CLIL അതായത് എന്താണ്? കോണ്ടൻറ്റ് ആൻഡ് ലാംഗ്വേജ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ആണ് CLILൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഇത് CLIL വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് മാർഷ് ഇൻ 1994 ഇത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത. ആരാണ് ഡെവലപ്പ് ചെയ്ത? ഡേവിഡ് മാർഷാണ്. അപ്പോൾ CLILൻ്റെ ഡെഫിനേഷൻ പറയണ്ടേ? അപ്പോൾ കോണ്ടൻറ്റ് ആൻഡ് ലാംഗ്വേജ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ഈസ് ദി ലേണിംഗ് ഓഫ് ദി കോണ്ടൻറ്റ് ത്രൂ ആൻ അഡീഷണൽ ലാംഗ്വേജ്. ഓക്കെ, ലേണിംഗ് ഓഫ് ദി കോണ്ടൻറ്റ് ത്രൂ ആൻ അഡീഷണൽ ലാംഗ്വേജ് ആണ് കോണ്ടൻറ്റ് ആൻഡ് ലാംഗ്വേജ് ഇൻ്റഗ്രേറ്റഡ് ലേണിങ്ങിൻ്റെ ഡെഫിനേഷൻ. ഓക്കെ, ഇനി കോണ്ടൻറ്റ് ആൻഡ് ലാംഗ്വേജ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത് വിച്ച് ഈസ് സിമിലർ ബട്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ലാംഗ്വേജ് ഇമ്മേർഷൻ ആൻഡ് ദ കോണ്ടൻറ്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. അതായത് ലാംഗ്വേജ് മാത്രം പഠിക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ കോണ്ടൻറ്റ് മാത്രം പഠിക്കുന്നതിൽ നിന്നും സിമിലറാണെന്ന് പറയാം, എന്നാൽ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ കോണ്ടൻറ്റ് ലാംഗ്വേജ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡുവൽ ഫോക്കസ്ഡ് എഡ്യൂക്കേഷണൽ അപ്രോച്ച്. ഡുവൽ ഫോക്കസ്ഡ് എഡ്യൂക്കേഷണൽ അപ്രോച്ചാണ്. ഓക്കെ, കാരണം ഇറ്റ് ഹാസ് ഡുവൽ എയിംസ്. എന്തായിരിക്കും ആ ഡുവൽ എയിംസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ലേണിംഗ് ഓഫ്
ലേണിംഗ് ഓഫ് ലാംഗ്വേജ്, പിന്നെയോ ലേണിംഗ് ഓഫ് ലാംഗ്വേജ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലേണിംഗ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അതുകൊണ്ടാണ് രണ്ടും നടക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിന് ഒരു ഡുവൽ എയിംസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ 5 ഡയമെൻഷൻസ്, ഈ 5 ഡയമെൻഷൻസ് 4 മാർക്കായിട്ട് ചോദിക്കാം. അതായത് ദ 5 ഡയമെൻഷൻസ് ദാറ്റ് ക്യാരക്ടറൈസ് CLIL. ഓക്കെ, ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, CLIL തന്നെ. അപ്പോൾ ദ 5 ഡയമെൻഷൻസ് ദാറ്റ് ക്യാരക്ടറൈസ് CLIL എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോണ്ടൻറ്റ്, പിന്നെ ലാംഗ്വേജ്, പിന്നെ വരുന്നത് ലേണിംഗ്, അതായത് നമ്മുടെ CLILൻ്റെ C എന്താ കോണ്ടൻറ്റ്, L എന്താ ലാംഗ്വേജ്, പിന്നെ വരുന്ന L എന്താ ലേണിംഗ്, പിന്നെ 2 എക്സ്ട്രാ വരേണ്ട അതാണ് എൻവയോൺമെൻറ്റും, പിന്നെ 5ാമത്തെ കൾച്ചറും. ഓക്കെ, ഇവരാണ് നമ്മുടെ 5 ഡയമെൻഷൻസ്. ഓക്കെ, ദ 5 ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ്. ഓക്കെ, ഇനി ഇവർ ഓരോന്നും എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടൻറ്റ്. കോണ്ടൻറ്റ് എന്ന് പറയുന്നത് അതായത് ഇറ്റ് പ്രിപ്പയേഴ്സ് ഫോർ ഫ്യൂച്ചർ സ്റ്റഡീസിന് ഇത് പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ടു ലേൺ ദി കോണ്ടൻറ്റ് ത്രൂ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. അങ്ങനെ 2 കാര്യങ്ങൾ നമ്മുടെ CLIL നൽകുന്നു. ഓക്കെ, അതാണ് ഇവിടെ കോണ്ടൻറ്റ് ഡയമെൻഷനിൽ വരുന്നത്. സെക്കൻഡ് വൺ എന്താണ്, എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൽ ഇറ്റ് എൻഹാൻസ് സ്കൂൾ പ്രൊഫൈൽ എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ പ്രിപ്പയേഴ്സ് ഫോർ ഇൻറ്റേർണലൈസേഷനും നമ്മുടെ CLIL നമ്മളെ എന്താണ് എക്യുപ്പാക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ വരുന്നത് കൾച്ചർ ഡയമെൻഷൻ. കൾച്ചറിൽ എന്താ വരുന്നത്, അതായത് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻ്റർ കൾച്ചറൽ നോളജ്, അല്ലെങ്കിൽ ഇൻ്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ ഇൻ്റർ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്സ്, അല്ലെങ്കിൽ ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദി നെയ്ബറിങ് കൺട്രീസ്, അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതാണ് അതിൻ്റെ കൾച്ചർ ഡയമെൻഷൻ. കൾച്ചർ ഡയമെൻഷനിൽ എങ്ങനെ CLIL സഹായിക്കുന്നു. ഓക്കെ, കോണ്ടൻറ്റ് ഡയമെൻഷനിൽ കണ്ടു, എൻവയോൺമെൻറ്റ് ഡയമെൻഷനിൽ കണ്ടു, കൾച്ചർ ഡയമെൻഷനിൽ കണ്ടു. ഇനി 4ാമത്തെ വരുന്നതാണ് ലേണിംഗ്. എങ്ങനെയൊക്കെയാണ്, അപ്പോൾ ഇറ്റ് ഡെവലപ്സ് മോട്ടിവേഷൻ ഇൻ ലേണേഴ്സ്, അതുപോലെ തന്നെ ഇറ്റ് കോംപ്ലിമെൻറ്റ് ഇൻഡിവിജ്വൽസ് ലേണിംഗ് സ്ട്രാറ്റജീസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി 5ാമത്തെ ഏതാ വരുന്നത്, ലാംഗ്വേജ്. ലാംഗ്വേജിൽ വരുന്ന എന്നാന്ന് വെച്ചാൽ ഇറ്റ് ഡെവലപ്സ് ലാംഗ്വേജ് കോമ്പിറ്റൻസി ഓഫ് ദി ലേണേഴ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഡെവലപ്സ് ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഗീവ്സ് ആൻ അവെയർനെസ് ഓൺ മദർ ടങ് ആൻഡ് ടാർഗറ്റ് ലാംഗ്വേജിനെ കുറിച്ച് നമുക്കൊരു അവെയർനെസ് നൽകും. ഇതാണ് നമ്മുടെ 5 ഡയമെൻഷൻസ്. ഈ 5 ഡയമെൻഷൻസ് ആയിട്ട് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇതിൽ, പിന്നെ നമ്മൾ എഴുതേണ്ടതാണ് ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഫോക്കസ്. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ആക്റ്റീവ് ലേണിംഗ്. തേർഡ് വൺ എന്ന് വെച്ചാൽ കോപ്പറേഷൻ. Then fourth one is scaffolding, and fifth is authenticity. ഇതാണ് നമ്മുടെ CLILൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്ന മൾട്ടിപ്പിൾ ഫോക്കസ്. നമുക്കറിയാം മൾട്ടിപ്പിൾ ഫോക്കസ് ഉണ്ട്, ഡുവൽ എയിംസ് ഉണ്ടെന്നറിയാം, ആക്റ്റീവ് ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യും, പിന്നെ ഇതൊരു സ്കഫോൾഡിങ്, ഒരു കൈത്താങ്ങാണ്. ഓക്കെ, പിന്നെ അതായത് പുതിയൊരു ലാംഗ്വേജ് പഠിക്കാനായിട്ടൊരു സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ, പിന്നെ കോപ്പറേഷൻ, പിന്നെ ഒതൻറ്റിസിറ്റി, അതായത് നമ്മുടെ ലാംഗ്വേജും കോണ്ടൻറ്റുമായിട്ടൊരു റെഗുലർ കണക്ഷൻ മേക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഇനി ഇതിൽ നമ്മൾ എഴുതേണ്ടത് വാട്ട് ഡസ് കോണ്ടൻറ്റ്
ലാംഗ്വേജ് ലേണിംഗ് ഇൻ CLIL represents. CLIL represents. ഓക്കെ, അതായത് CLILലെ കോണ്ടൻറ്റ്, ലാംഗ്വേജ്, ലേണിംഗ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ കോണ്ടൻറ്റ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? അതായത് നോൺ ലാംഗ്വേജ് സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ. നോൺ ലാംഗ്വേജ് സബ്ജക്റ്റ് മാറ്ററിനെയാണ് കോണ്ടൻറ്റ് വഴി ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ലാംഗ്വേജ്, പിന്നെ വരുന്നതാണ് ലേണിംഗ്. 1 സെക്കൻഡ്. ഓക്കെ, ഇനി ലാംഗ്വേജ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് നമ്മുടെ ലാംഗ്വേജിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ലാംഗ്വേജ് ഫോർ ലേണിംഗ്, ലാംഗ്വേജ് ഓഫ് ലേണിംഗ്, ലാംഗ്വേജ് ത്രൂ ലേണിംഗ്. ഈ 3 കാര്യങ്ങൾ ഇതിൻ്റെ മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് CLIL എന്നും പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ലാംഗ്വേജ് ഓഫ് ലേണിംഗ്. ഓക്കെ, ലാംഗ്വേജ് ഓഫ് ലേണിംഗ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഈസ് യൂസ് ടു ലേൺ കീവേഡ്സ് പഠിക്കാനാണ് ലാംഗ്വേജ് ഓഫ് ലേണിംഗ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലാംഗ്വേജ് ഫോർ ലേണിംഗോ? ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു ലേൺ അല്ലെങ്കിൽ യൂസ്ഡ് ടു ക്ലാരിഫൈ ഡൗട്ട്സ്. ഓക്കെ, ഇനിയിപ്പോൾ ലാംഗ്വേജ് ത്രൂ ലേണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the new language ability acquired by an individual through studying the ടെസ്റ്റ്. അതാണ് ലാംഗ്വേജ് മീൻ ചെയ്യുന്നത്. ഇനി ലേണിംഗ്, അപ്പോൾ കോണ്ടൻറ്റ് ആൻഡ് ലാംഗ്വേജ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ്. അല്ല, ലേണിംഗ് എന്ന് പറയുന്നത് അതൊരു മീഡിയേറ്റിംഗ് പ്രോസസ്സാണ് ത്രൂ വിച്ച് ലാംഗ്വേജ് ആൻഡ് കോണ്ടൻറ്റ് ആർ co-constructed. എ മീഡിയേറ്റിംഗ് പ്രോസസ് ത്രൂ വിച്ച് കോണ്ടൻറ്റ് ആൻഡ് ലാംഗ്വേജ് ആർ co-constructed. അപ്പോൾ മെത്തേഡ്സ് എന്തൊക്കെയാണ്? മെത്തേഡ്സ് ഓഫ് CLIL എന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇനി ദ 4 C's ഓഫ് CLIL. ഓക്കെ, CLIL 4 കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യുന്നു. അത് നമ്മുടെ CLILൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ CLILൻ്റെ മെത്തഡോളജി എന്താണെന്ന് ചോദിച്ചാലും, നമ്മൾ ഈ കാര്യം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ചോദിച്ചാലും ഈ കാര്യങ്ങൾ എഴുതണം. അത് സ്കിപ്പ് ചെയ്യരുത്, നമ്മൾ ഓർക്കണം. മെത്തേഡ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ ലാംഗ്വേജ് ഫോർ ലേണിംഗ്, ഓഫ് ലേണിംഗ് ആൻഡ് ത്രൂ ലേണിംഗ് എഴുതുക. പിന്നെ മെത്തഡോളജി, പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ചോദിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഫസ്റ്റ് C's റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്ന് കോണ്ടൻറ്റിനെ, ഒന്ന് കമ്മ്യൂണിക്കേഷൻ, പിന്നെ കോണ്ടൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, പിന്നെ കൊഗ്നീഷൻ, പിന്നെ കൾച്ചർ. ഓക്കെ, അതിൽ നമ്മുടെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോണ്ടൻറ്റ് സിഗ്നിഫൈസ് നോൺ ലാംഗ്വേജ് സബ്ജക്റ്റ് മാറ്റർ. ഓക്കെ, കമ്മ്യൂണിക്കേഷനോ? ബൈ കമ്മ്യൂണിക്കേഷൻ വി മീൻ, എന്താണ് മീൻ ചെയ്യുന്നത്? ലാംഗ്വേജ്, അതിൻ്റെ ലാംഗ്വേജ് യൂസാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിലൂടെ മീൻ ചെയ്യുന്നതെന്ന് എഴുതിയാൽ മതി. ഇനി കൊഗ്നീഷൻ സിഗ്നിഫൈസ് ലേണിംഗ് ആൻഡ് തിങ്കിങ് പ്രോസസ്സാണ് കൊഗ്നീഷനിൽ വരുന്നത്. ഇനി കൾച്ചർ, ദ കൾച്ചറൽ ആസ്പെക്റ്റ് ഓഫ് CLIL ഡെവലപ്സ്. നമ്മൾ ആദ്യം പഠിച്ചില്ലേ, അതായത് ഇൻ്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ ഇൻ്റർ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, ഇൻ്റർ കൾച്ചറൽ നോളജ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമ്മുടെ ഏത് മൊഡ്യൂളിൽ, 4th മൊഡ്യൂളിൽ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.